കരിയറിന്റെ തുടക്കം മുതൽ തന്നെ നല്ല കിടിലം പോലീസ് റോളുകൾ കിട്ടിയിട്ടുള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. വർഗം, മുംബൈ പോലീസ്, മെമ്മറീസിലെ സാമനക്സ്, ഇതൊക്കെ എന്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. ഇനി മെമ്മറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീത്തു ജോസഫ് ഇതുവരെ സംവിധാനം ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പടമാണ് മെമ്മറീസ്. 2013 ദൃശ്യം റിലീസ് ആവുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പടം റിലീസ് ആവുന്നത്. നമ്മുടെ ഈ മെമ്മറീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ തൊട്ട് മുമ്പത്തെ വർഷം ഇറങ്ങിയ ഒരു ലാലേട്ടൻ സിനിമയെ കുറിച്ച് പറയേണ്ടതുണ്ട്. മനസ്സിലായല്ലോ, ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്ത ഗ്രാൻഡ് മാസ്റ്റർ. ആക്ച്വലി ഗ്രാൻഡ് മാസ്റ്ററിന്റെയും മെമ്മറീസിന്റെയും സ്റ്റോറി ലൈൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. മിടുക്കന്മാരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാര് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അവരുടെ ഫാമിലി ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ട്രാജഡി ഉണ്ടാകുന്നു. ഈ ട്രാജഡിക്ക് ശേഷം അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരേപോലെ ഫോളോ ആയി പോകും. എന്നിട്ട് അവർ വേറെ തന്നെ ലൈഫിലായിരിക്കും. മീൻസ് ഒരു കുത്തഴിഞ്ഞ ലൈഫ് എന്നൊക്കെ പറയില്ലേ, കള്ളൂടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, താല്പര്യമില്ലാത്ത ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചില ഇൻസിഡന്റുകൾ നടക്കും, കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ തിരിച്ച് അവരുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കണം, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായി വരും. അപ്പൊ എന്ത് ചെയ്യും, ഈ മെയിൽ ഉദ്യോഗസ്ഥന്മാർ ഇയാൾ അപ്രോച്ച് ചെയ്യും. ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും. അപ്പൊ ആദ്യം അങ്ങനെ വില്ലിങ് ആയിരിക്കില്ല, ഡിനൈഡ്. ആൻഡ് എന്ത് ചെയ്യും, ഇവര് ഒരു ഘട്ടമെത്തുന്ന സമയത്ത് ഈ കേസിലേക്ക് ഇൻവോൾവ് ആകും. അങ്ങനെ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കേസ് എന്താണ്, ഒറ്റപ്പെട്ട കൊലപാതകങ്ങളോ അങ്ങനെയൊന്നും അല്ല. ഇതൊരു സീരിയൽ കില്ലർ ആണ്, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലിംഗ് ടൈപ്പ് ഓഫ് സംഭവമാണ്. ഇതിന്റെ പുറകില് സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരാളാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലീഡ് ഇവർക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടി അന്വേഷിക്കുന്ന സമയത്ത് ഈ കേസുകൾക്കെല്ലാം ക്രിസ്ത്യാനിറ്റി, ക്രൂസിഫിക്കേഷൻ, ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് ഇവർ കണ്ടുപിടിക്കും. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് സ്ത്രീകൾ കാരണമാണ് ഈ കേസൊക്കെ നടക്കുന്നത്, അങ്ങനെ ഒരു സാധനം കൂടി ഇവർ കണ്ടുപിടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവർക്ക് ഈ സീരിയൽ കില്ലറിനെ ഏകദേശം ഫൗണ്ട് ചെയ്യും. പക്ഷെ ഈ സീരിയൽ കില്ലറിന്റെ നെക്സ്റ്റ് വിക്ടിം അല്ലെങ്കിൽ അടുത്ത ഇര എന്നൊക്കെ പറയുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് വളരെ വേണ്ടപ്പെട്ട അയാളുടെ ഫാമിലിയിൽ ഉള്ള ഒരാളെ ആയിരിക്കും. അവസാനമാകുമ്പോഴത്തേക്ക് ഇയാളെ പിടിക്കും. ഓക്കെ, 2012 ഇറങ്ങിയ ഗ്രാൻഡ് മാസ്റ്ററും 2013 ഇറങ്ങിയ മെമ്മറീസിന്റെ സ്റ്റോറി ലൈൻ സെയിം ആണ്. എന്നിട്ട് പോലും ഈ രണ്ട് പടങ്ങളും ഭയങ്കര ഹിറ്റാണ്. അതിൽ മെമ്മറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷമാണ് ഈ പടം ഇറങ്ങുന്നത്. എന്നിട്ട് മെമ്മറീസ് ഹിറ്റായി. എന്ന് മാത്രമല്ല, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ദൃശ്യം വന്നു. ദൃശ്യം വലിയ ഹിറ്റായി. അപ്പോ ഈ ഫിലിം മേക്കറിന്റെ ഒരു സ്കില്ലൊന്ന് ആലോചിച്ച് നോക്കുക, ജിത്തു ജോസഫിന്റെ. ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, ഇതിൽ സാമലക്സിനെ പോലെ തന്നെ നല്ല രീതിയിൽ എഴുതി ബിൽഡ് ചെയ്ത് വെച്ചിട്ടൊരു കഥാപാത്രമാണ് പീറ്റർ, അല്ലെങ്കിൽ ഈ നമ്മുടെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രമില്ലേ, കാലിന് സുഖമില്ലാത്ത ആ ഒരു സൈക്കോ കില്ലർ. ഇപ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ആദ്യം കാണിക്കുന്നത് ഈ പീറ്ററിന്റെ സ്റ്റോറി ആണെങ്കിൽ, അതായത് ഇയാൾ കോച്ചിങ് സെന്ററിൽ അയാളെ ടീച്ചറിനെ മാഷിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ഇയാൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു. അതിനുശേഷം ഇയാൾ ഒരു റിവെഞ്ച് എടുക്കുന്ന സംഭവം ആദ്യം കാണിച്ചിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്ന ഭാഗം കാണിക്കുന്നെങ്കിലേ സ്വാഭാവികമായിട്ടും ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് മൊത്തം പീറ്ററിന്റെ കൂടെ ആയിരിക്കും. കാരണം എല്ലാ ആൾക്കാർക്കും ഒരു റിവെഞ്ച് എടുക്കണം എന്നൊരു സാധനം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിൽ ആദ്യം സാമലക്സിന്റെ സ്റ്റോറി കാണിക്കുന്നുണ്ട്. ആ ഭാഗത്ത് പൃഥ്വിരാജിന്റെ ഫിസിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കാം, പക്ക ഒരു NSG കമാൻഡ് പോലെ ഉണ്ട്. ആദ്യം ഒരു പാട്ടില്ലേ, മറ്റേ മെമ്മറീസ് നെവർ ഡൈ എന്നുള്ളത്, ടൈം ഫ്ലോസ് ലൈക്ക് എ റിവർ റണ്ണിങ് വൈൽഡ് മൈ മൈൻഡ് സ്വിമ്മിങ് ലൈക്ക് എ ചൈൽഡ്. ആ ഭാഗത്ത് പൃഥ്വിരാജിന്റെ ഫിസിക്കൽ കണ്ടിട്ടില്ലേ? ഈ പടം ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആവേശം തോന്നിയിട്ടുണ്ട്. സെറ്റ് ബോഡിയൊക്കെ ആയിരുന്നു. പിന്നെ അയാൾ എത്രത്തോളം എഫിഷ്യന്റ് ആണ്, എത്ര നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗമാണ്. സാധാരണ ചില സിനിമകളിലൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾ അങ്ങനെയാണ്, പുലിയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥാപാത്രം ഇങ്ങനെ വന്ന് ഇയാളെ തള്ളി മറിക്കാൻ തന്നെ ഒരാളുണ്ടാകും. പക്ഷെ ഇത് അതൊന്നും അല്ലാതെ വളരെ നീറ്റായിട്ട് കാണിച്ചു തന്നു. പക്ഷെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാല് ഈ എന്താണ് ടൈറ്റിൽ ട്രാക്കിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഫുള്ള് വെള്ളം അടിച്ച് എന്താണ് ഒരുമാതിരി നടക്കുന്ന ഒരു കഥാപാത്രമാണ്. സോ നമുക്ക് മനസ്സിലായി ഇതിന് മുമ്പ് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആലോചിച്ച് നോക്കുക, ഈ കില്ലർ ഈ തോക്ക് ഇങ്ങനെ ചൂണ്ടി വെച്ചിട്ട്, അതായത് നമ്മുടെ ഈ സാമലക്സിന്റെ വൈഫിനെയും കുട്ടിയെയും ഫ്രണ്ടിൽ വെച്ചിട്ട് തോക്ക് ചൂണ്ടിങ്ങനെ വെക്കുമല്ലോ. ആ സമയത്ത് അവര് വിഷ്വലി കാണിച്ചിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കില്ലറിന്റെ പല്ലിൽ ബ്രാസസ് ഇല്ലേ, കമ്പിയിലോട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിച്ചിട്ട് വല്ലാത്തൊരു ഡിസ്റ്റർബിങ് ഒരു എഫക്റ്റ് ആയിരുന്നു. അതായത് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഒരു നൈറ്റ് മാർ ഉണ്ടാവുമല്ലോ സാമലക്സിന്. പെട്ടെന്ന് ഇയാള് ഫ്ലാഷ് ബാക്ക് അടിച്ച് ബാക്കിലോട്ട് പോകും, പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരും. സോ ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആക്കി തന്നു. പിന്നെ ഈ പടം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 1 മണിക്കൂർ 40 മിനിറ്റ് ആവുന്ന സമയത്ത് ഈ
ശ്രീകുമാറിന്റെ കഥാപാത്രം പീറ്ററും സാമലക്സും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സീൻ ഉണ്ട്. അതായത് ആ പോലീസുകാരൻ കൊലപാതകയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ന്യൂസ് അവർ ഉണ്ടാക്കൂലേ, എന്നിട്ട് ഈ പോലീസുകാരൻ പിടിക്കാനായിട്ട് പീറ്റർ വരും, അതായത് ഈ കില്ലർ വരും, സൈക്കോ കില്ലർ വരും, സാമലക്സ് ഇയാൾ ഫോളോ ചെയ്ത് വരും. എന്നിട്ട് ആ മഴ പെയ്യുന്ന സമയത്ത് ഇയാളെ എന്താണ് ഓടിപ്പിടിക്കുന്ന, ചെയ്സ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സീൻ ഉണ്ട്. അവിടെ പിടിക്കണം, നമ്മൾ വിചാരിക്കും ഇപ്പൊ കിട്ടും കിട്ടുന്നതായിരിക്കും, ഏതാണ്ട് ഈ ഒരു കയ്യകലത്തിൽ വെച്ചിട്ടാണ് കില്ലറിനെ ഇയാൾക്ക് നഷ്ടപ്പെടുന്നത്. സോ അതെല്ലാം കാണുന്ന സമയത്ത് ഈ ഓഡിയൻസിന്റെ ഉള്ളിലുണ്ടല്ലോ, ഇനി എന്ത് വന്നാലും ആ ചങ്ങായി പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഡയറക്ടറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ സാമലക്സിനെ എങ്ങനെയാണോ എഴുതി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇതിൽ ഈ പീറ്ററിനെയും എഴുതി വെച്ചിട്ടുള്ളത്. പീറ്ററിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുക, അയാൾ ഭയങ്കര നിഷ്കളങ്കനാണ്, ഒരുപാട് വായിക്കുന്ന ആളാണ്, അത് മാത്രമല്ല ഒരു ഒറ്റ മൈൻഡ് ടൈപ്പ് ആളാണ്. മീൻസ് അത് ബേസിക്കലി ഭയങ്കര ശുദ്ധനാണ്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് പിന്നെ അതിനെ തുടർന്ന് കുറച്ച് ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കൊണ്ട് ഇയാള് റിവെഞ്ച് എടുക്കാൻ വേണ്ടി വരുന്നു എന്ന്. സാമന്റെ ഭാഗത്ത് ആലോചിച്ച് നോക്കി കഴിഞ്ഞാലോ, നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്താണോ ഡിപ്പാർട്ട്മെന്റ് അയാളെ ഏൽപ്പിച്ചു കൊടുത്ത ജോലി അത് കൃത്യമായി ചെയ്തത് കൊണ്ട് ലോകത്ത് ഒരു മനുഷ്യനെ സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്തൊരു വലിയ ഡിസാസ്റ്റർ അയാളുടെ ലൈഫിൽ സംഭവിച്ചു. സോ രണ്ടും ഈക്വലി എന്താണ് ഒരേപോലുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ആദ്യം സാമിനെ കാണിച്ചത് കൊണ്ട് ഓഡിയൻസ് സ്വാഭാവികമായിട്ടും സാമിന്റെ ഭാഗത്താകുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. മറ്റൊരു കാര്യമില്ലേ, ഈ പടത്തില് ആദ്യം മുതലേ വില്ലനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച ഒരാള് ശ്രീജിത്ത് രവിയുടെ കഥാപാത്രമാണ്. അതായത് ഈ സാമലക്സ് കേസ് ഏറ്റെടുത്തിട്ട് ഇയാൾ ചില ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വിജയരാഘവനോട് സംസാരിക്കാൻ പോകുന്നൊരു സീനുണ്ട്. അപ്പൊ വിജയരാഘവനോട് ഇങ്ങനെ മേരി ജോസനാണല്ലോ സംസാരിക്കുന്ന സമയത്ത് ഈ സാമലക്സ് ഇങ്ങനെ ചോദിക്കും, അതായത് യേശുവിനെ എന്തിനാണ് കുരിശിൽ തറച്ചു ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീജിത്ത് രവിയുടെ പോലീസുകാരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. യേശുവിനെ എന്തിനാണ് കുരിശിലേറ്റിയത്? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി. ആ ഡയലോഗിന്റെ ഡെപ്ത് ആലോചിക്കും, ഇന്റൻസിറ്റി. അതായത് ഇയാൾ എന്തോ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് പറയുന്നത് പോലെ നമുക്ക് തോന്നും, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ചെറുങ്ങനെ ഡൗട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പീറ്ററിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം പറയുന്ന സമയത്ത് ഇയാളുടെ ഫേസ് കാണിക്കുന്നില്ലല്ലോ ഈ ശ്രീകുമാറിന്റെ, ഇയാളുടെ കൈയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ ഒരു ഡാർക്ക് സ്കിൻ ആയിട്ടൊരു കൈയാണ്. അപ്പൊ ഞാനൊരു 30-40% ഉറപ്പിച്ചു ഇത് ആ ചങ്ങായാവാൻ സാധ്യതയുണ്ടെന്ന്. അത് കഴിഞ്ഞ് കേസ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ അവസാനം നമ്മളെ നീരജ് മാധവിനെല്ലാം കാണിക്കുന്ന ഭാഗത്ത് ഈ സർവീസ് സ്റ്റേഷനിലെ വണ്ടിയുടെ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇയാൾ ചോദിക്കുള്ളൂ, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നോ, ഒരു ജിപ്സിയിൽ വന്നിരുന്നോ ചോദിക്കുന്ന സമയത്ത് അയാൾ ഒരു പോലീസുകാരാണെന്ന് പറയും. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്ത് ശ്രീദേവിയിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് തങ്കച്ചന്റെ ഒരു കഥാപാത്രം കയറി വരുന്നുണ്ട്. അപ്പോ അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ പറയും അയാൾ പോലീസ് ഒന്നുമല്ല, ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ ആയിരുന്നു പറയുമ്പോഴത്തേക്ക് എന്റെ മൈൻഡ് ആദ്യം പോയത് അതിൽ ജിജോ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്, ഒരു പോലീസ് സർജനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. പണ്ടത്തെ കോളേജ് സിനിമകളിലൊക്കെ എന്താണ് സ്ഥിരം വന്നിട്ട് ഇടി കൊണ്ടിട്ട് പോകുന്ന ഒരു ചങ്ങായി. ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാൾ ആക്ടർ ട്രെയിനർ ആണെന്ന് തോന്നുന്നു. സോ ഞാൻ ഉറപ്പിച്ചു അയാൾ തന്നെയാണ്. തൊട്ടടുത്ത സീനിലുണ്ടല്ലോ കാണിക്കുന്നത് എന്താണെന്നറിയോ, ഈ പോലീസുകാർ മൊത്തം മോർച്ചറിയിലേക്ക് വരും. മോർച്ചറിയിൽ വരുമ്പോഴത്തേക്ക് ആദ്യ സ്ക്രീനിൽ വരുന്ന ഫേസ് ശ്രീജിത്ത് രവിയുടെ ആയിരിക്കും. അപ്പൊ ഞാൻ ഉറപ്പിച്ചു. പിന്നെ ശ്രീജിത്ത് രവി ജസ്റ്റ് ഒന്ന് മാറുമ്പോഴത്തേക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ജിജോയുടെ ഡോക്ടർ വരും. സോ അയാളും അല്ല. നെക്സ്റ്റ് കാണിക്കുന്നത് മധുബാലാണ്. മധുബാൽ എന്തായാലും അല്ല. പിന്നെ ഇവരുടെ എല്ലാം വിവരണങ്ങളിൽ നിന്നാണ് ഈ പീറ്റർ എന്ന് പറയുന്ന ശ്രീകുമാറിന്റെ കഥാപാത്രത്തിലേക്ക് എത്തുന്നത്. ശ്രീകുമാറിനെ ആദ്യം കാണിക്കുന്ന സമയത്ത് തന്നെ ഇല്ലേ, നമുക്ക് അയാൾ അത്ര അപരിചിതനല്ലാത്തൊരു ക്യാരക്ടറിനെ പോലെ തോന്നും. കാരണം അയാൾ ആ ഭാഗത്ത് എവിടേക്ക് ഉണ്ടായിരുന്ന ഒരു തോന്നല് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ പടത്തിലെ ടെക്നീഷ്യൻ. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ദൃശ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്നീഷ്യൻസും ഇല്ലേ, ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരേ ആൾക്കാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി നല്ല അടിപൊളിയായിട്ടുള്ള സിനിമയാണ്. പിന്നെ ഈ പടത്തിൽ ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു വിഷ്വൽ എന്ന് വെച്ചാല്, ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ നൈറ്റ് പെട്രോളിംഗ് കുറച്ച് സ്ട്രോങ് ആക്കണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞതിന് ശേഷം ഒരു VFX ഒരു സാധനമുണ്ട്. അതായത് ക്യാമറ ഇങ്ങനെ കുറെ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി പോകും, ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ കൂടി കയറി ഒരു റെയിൽവേ ട്രാക്കിൽ കൂടി എല്ലാം വന്നിട്ട് നേരെ ഒരു ബസ്സിന്റെ ഉള്ളിൽ വന്ന് നിൽക്കും. എന്നിട്ട് ബസ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഈ ബാലാജി ശർമ്മയുടെ കഥാപാത്രം പോലീസുകാരൻ ഇറങ്ങി വരുന്നത്. അയാളാണ് ഇയാളെ ഈ കൊലപാതകയെ സൈക്കോ കില്ലറിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ന്യൂസ് കൊടുക്കുന്നത്. ആ ഷോട്ട്. മറ്റൊന്ന്, ഇതില് പൃഥ്വിരാജ് കംപ്ലീറ്റ്ലി കേസിൽ ഇന്നതിന് ശേഷം ഈ സൈക്കോയെ പിടിക്കാനായിട്ട്, അതായത് ഇനി ഇവരെ പിടിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് ഡിസിഷൻ എടുക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഇയാൾ ഒരു ബസ്സിനെ ഒരു ഓവർടേക്ക് ചെയ്തൊരു സീനുണ്ട് ജീപ്പില്. ഒരു പാലത്തിലാണ് ഈ ഷോട്ട് വെച്ചിട്ടുള്ളത്. ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വരുന്നു, തൊട്ട് ഫ്രണ്ടിൽ കൂടി ലോറി വരുന്നൊരു സീനുണ്ട്. എന്നിട്ട് ഈ ലോറി ഏതാണ്ട് അടുത്തെത്തുന്ന മൂമെന്റിലാണ് ഇയാൾ ബസ്സിനെ കവർ ചെയ്ത് പോകുന്നത്. ഇതേപോലത്തെ ഒരു സീന്
കണ്ണൂർ സ്ക്വാഡിലുണ്ട് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. എന്റെ മൈൻഡിൽ ആദ്യമേ സ്ട്രൈക്ക് ചെയ്തൊരു സീനായിരുന്നു മെമ്മറീസ് കാണുന്ന സമയത്ത്. പിന്നീട് കണ്ണൂർ സ്ക്വാഡ് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും എങ്കയോ പാത്ത മാതിരി അങ്ങനെ ഒരു എഫക്ട് എനിക്ക് ഉണ്ടായിരുന്നു. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് മാത്രമല്ല, ക്ലൈമാക്സ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടല്ലോ. റിപ്പീറ്റഡ്ലി നമ്മളെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അപൂർവം ചില ത്രില്ലർ സിനിമകളിൽ ഒന്നുകൂടിയാണ് മെമ്മറീസ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഓഫ് ആ പഴയ പടം.